السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. ألف الألف نظاما مدهي إلى العالي عال أول السطور بسم الله بدها القال قال أحمد الله مسليا مسلما على أحمد والآل والأصحاب من للآل آل. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹത്തായ ജലാലിയ വാർഷികവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പരിപാടിയുടെ പ്രാരംഭിക തുടക്കത്തെ നാലാണിണ്ട്. മഹത്തായ ഇണ്ടത്തെ ഈ വേദിയിൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് നേതൃത്വം തന്നുകൊണ്ടുള്ള അഭിമന്യരായ ഞങ്ങളെ ഖത്തീബ് ഉസ്താദും കർണാടകത്തെ ആത്മീയ മജ്ലിസുകളുടെ വലിയ നേതൃത്വം കൂടിയായ വന്യരായ സാദാത്തങ്ങൾ ഉസ്താദ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മുദറിസ് ഉസ്താദും ഞങ്ങളെല്ലാം പ്രിയങ്കരനും കൂടിയായ ഇർഷാദ് സഖാഫി ഉസ്താദ് അവർകൾ, സദർ ഉസ്താദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ജമാഅത്തിലെ ഞങ്ങളെ അഭിമന്യനായ പ്രസിഡന്റ് ആദമാക്ക അൽ മദീന കാര്യദർശി ഐദർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉമറ നേതാക്കൾ, സംഘാടക സമിതി SOS നേതാക്കൾ, ഇത്തര ഞങ്ങളെ സുന്നി സംഘടനയുടെ നേതാക്കളെ, മുഅ്മിനീങ്ങളെ, പൽക്കകീക്കടെ ഉമ്മമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ദപ്പെല്ലാം ആഖിറത്തിൽ ഉപകരിക്കടെ ഒരു അമലായിട്ട് അല്ലാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഏകദേശം ഒരു ഗണ്ട ചില്ലാര ഞങ്ങളെ പരിപാടി തുടങ്ങി തയ്ത്ത് നല്ലൊരു വാഴ നസീഹത്ത് വന്യരായ തങ്ങൾ ഉസ്താദ് ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് അതിൽ പിന്നെ കാലിക പ്രസക്തമായിട്ട് ഞങ്ങളെ സദർ ഉസ്താദ് വേണ്ടതുപോലെ വിശദീകരിച്ച് തന്നത് ഇനിയൊരു തെല്ല് നേര അഭിവന്യരായ സയ്യിദ് മസ്ഊദ് തങ്ങൾ ഉസ്താദ് ഞങ്ങളെ ഈ വേദിക്ക് ബണ്ടൗത്തോല പൽക്കപറിയെ ഉദ്ദേശിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിരന്തരമായിട്ടും ഞങ്ങളെ കുപ്പേട്ടിൽ പരിപാടിയാണ്. ഇണ്ട് ഒരു നാല് 3 പരിപാടിയുള്ള ഞങ്ങളെ ജമാഅത്തിൽ എല്ലാം വളരെ ഭംഗിയോടെ അള്ളാഹു ഞങ്ങളെ ഭാഗത്തിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ആമുഖമായിട്ട് ഇനി ചുമ്മ പൽക്ക പറയാണ്ട് നേരെ ഒരു കുറിയനേറെ വിഷയത്തുക വേണ്ടി മുസ്ലിമായ ഒരു മനുഷ്യരുടെ കയ്യിൽ വേണ്ടേ വളരെ പ്രധാനപ്പെട്ട ഒരഞ്ച് പേടികൾ. അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം. നീനൊരു മുസ്ലിമൊക്ക, നീനൊരു ഈമാനുള്ള മനുഷ്യവൊക്ക, നിന്റെ കയ്യിൽ ദിനേന 5 പേടി വേണം. ഈ 5 പേടി നിന്റെ ബണ്ടില്ലേ, നീനൊരു കാര്യം മനസ്സിലാക്കണോ, എന്തോ ഒരു കൊറത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടു. ആ 5 പേടി ഒരടികര ഇട്ടോണ്ട് മാത്ര ഇല്ലെങ്കിൽ തീരലല്ലോ.
മേലിലെ മേലേക്ക് ചൊന്നിട്ട് തീർക്കുക ഉദ്ദേശിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചൊല്ലു, ഇന്നൽ മുഅ്മിന ഫീ ഖംസതി അൻവാഇ മിനൽ ഖൗഫ്. ഒരു മുസ്ലിമായ പൂർണ്ണമായ ഒരു മുസ്ലിമുടെ കയ്യിൽ വേണ്ട 5 പേടിയുണ്ട്. ആ 5 പേടി പാവപ്പെട്ട ആളുകളുടെ നന്റയും കേക്കിടെ നിങ്ങളെ കയ്യിലും നിരന്തരം വേണു. അപ്പോലെ ഞങ്ങളെ ഈമാൻ ഒരർത്ഥവത്താവണുള്ളത്. അള്ളാഹു ആ നിലക്ക് പേടിച്ച് ജീവിച്ചിട്ട് ആഖിറം വിജയിക്കടെ ആൽമാരെ കൂട്ടത്തില് ഈ മജ്ലിസിലെ ഈ പള്ളിയിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ ഒന്നാമത്തെ പേടി മിൻ ഖിബലില്ലാഹി തആല, അത് യജമാനനായ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വേണ്ട പേടിയാണത്. ഒന്നാമത്തെ പേടി യജമാനനായ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വേണ്ട പേടി. ഏത് പേടിയത്? അയ്യഖുദ മിൻഹുൽ ഈമാൻ. അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നൊരു ഈമാനില്ലേ? ഈമാൻ ചൊല്ല ഏറ്റവും വലിയൊരു മുസ്ലിമുടെ ആയുധയില്ലേ? ആ ഈമാന്റെ മീത്ത് അള്ളാഹു ഊറിയെടുക്കുവാണ്, അതൊന്ന് എടുത്തു കളയുവാണ് ചൊല്ലുടെ പേടി. നിരന്തരമായിട്ടൊരു മുസ്ലിമുടെ ഭാഗത്ത് വേണു. അയ്യഖുദ മിൻഹുൽ ഈമാൻ. യജമാനനായ അല്ലാഹു നമുക്ക് തന്നൊരു ഈമാന്റെ എടുത്തു കളയുക. ആ പേടിയെപ്പോലും നിങ്ങളെ കയ്യിൽ വേണു. തെല്ലിപ്പ ആ പേടിയിലടങ്ങ തെല്ല് പിറകുള്ള എന്തേ കാരണോ? ഞങ്ങ പേർച്ചിര ഈമാൻ ഊറുനൂട്ടു കണ്ടെങ്കിൽ ഒന്നാനാണ് ദീന് വിട്ടിട്ട് വേറൊരു ധർമ്മത്തുക്ക് പോണു. അല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് അന്യധർമ്മീയനായ ഒരാളിട്ടിക്ക് ഒലിച്ചു പോയിട്ട് അവളും മങ്ങിലാവണോ? ഞങ്ങ പേർച്ചത് അതാണ് ഈമാണ് തെറ്റുള്ള കാരണാണ്ട്. അങ്ങനെയല്ല. മഹാന്മാർ ചൊന്നാറ്, ചാവു കിടന്നുറങ്ങുമ്പൊത്തുകു മുസ്ലിമായി ഉറങ്ങിയ ആള് സുബൈഗ് എണീക്കുമ്പോ മുസ്ലിമല്ലാത്ത കാല സുബൈഗ് ഔത്തെ പുറത്തായി പോകുമ്പോ ഈമാൻ ഇന്നിട്ട് പുറത്തായി പോയവണോ ചാവു ഔത്തുകെത്തുമ്പോ അവന്റെ കയ്യില് ഈമാനില്ല. അങ്ങനത്തെ ഒരു കാലത്തിൽ നിങ്ങൾ ജീവിച്ചോണ്ടുള്ള ചിലപ്പോ ഞങ്ങളെ കൽബിൽ പണ്ടൊരു ചിന്ത, അല്ലെങ്കിൽ ഞങ്ങളെ വായിൽ പണ്ടൊരു പലക്ക, അല്ലെങ്കിൽ ഞങ്ങളൊരു നോട്ട, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രവൃത്തി, അത് ധാരാളം ഉണ്ട്. അങ്ങനത്തെ പ്രവൃത്തികൾ ഒരു മനുഷ്യരുടെ ഈമാൻ തെറ്റു ധാരാളം കാരണങ്ങൾ മഹാന്മാർ ഞങ്ങളെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള. അതുകൊണ്ട് ഞങ്ങൾ ഈമാൻ തെറ്റുള്ള ഒരു റൂട്ട് കണ്ടുപിടിച്ചത് അത് മാത്രമല്ല, അതൊക്കെ മാത്രം ഒതുങ്ങുന്നത് വേണ്ട. ഞങ്ങളെ ഈമാൻ അള്ളാഹു ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒന്നാമത്തെ പേടിയവത് അതിൽ മെല്ലെ മെല്ലെ വിശദീകരിച്ചുകൊണ്ട് കണ്ടോ. രണ്ടാമത്തൊരു പേടി യാ അല്ലാഹ് മിൻ ഖിബലിൽ ഹഫളാ. ഹഫളാ ചൊല്ലുടെ ഒരു വിഭാഗ മലക്കുങ്ങ ഉള്ളാറ്, അല്ലെങ്കിൽ ഒരു വിഭാഗ മലക്കുങ്ങ ഉള്ളാറ്. ആ മലക്കുങ്ങളെ കുറിച്ചിട്ട് പോലും നിങ്ങൾക്ക് പേടി വേണോ? നിരന്തരമായി നിങ്ങൾക്ക് പേടി വേണു. എന്തൊരു പേടി? അയ്യക്തുബു അലൈഹി മാ യഫ്തളിഹു ബിഹി യൗമൽ ഖിയാമ. ഞാൻ ഈ ദുനിയാവിൽ ആക്കി വെച്ചൊന്നു അങ്ങ് എഴുതിട്ട് നാളെനാണ് ആ എഴുതി വെച്ചത് എടുത്തു നോക്കുമ്പോ കോടാന കൂടി ആൽമാറയിടയിൽ നാണക്കെടവില്ലേ. ചിലപ്പോ നാനാക്കിടത് നിന്റെ ബാപ്പവും മകും താവല്, നിന്റെ എലമൂത്തറായത്തങ്ങോകും താവല്. പക്ഷെ എല്ലും മലക്കിങ്ങ രേഖപ്പെടുത്തിയിട്ട് എടുത്തു ചൊല്ലുമ്പോ നാണപ്പ നാണക്കിടകില്ലേ? അത് നേരല്ലേ? ആ പേടി ഈമാനുള്ള ഞങ്ങളെ കയ്യിലുണ്ടാ. രണ്ടാമത്തെ പേടിയത് യാ അല്ലാഹ്. മൂന്നാമത്തെ പേടി മിൻ ഖിബലി ശൈത്താൻ. അത് ശൈത്താന്റെ ഭാഗത്തുള്ള പേടിയാണ്.
അയ്യുബ്തില അമലുഹു, നാനാക്കിയ അമലുകളില്ലേ, നാനാക്കിയ ആരാധനകളില്ലേ, ആ ആരാധനകള് ശൈത്താന് പൊളിച്ചു കളയുവാ. ആ പേടി വേണു. ഇവിടെ ഉണ്ട് ഇപ്പൊ ആ പേടി. ആ പേടി അങ്ങനത്തെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞങ്ങമേ അല്ല. മുഅ്മിനീങ്ങളെ നാലാമത്തൊരു പേടി മിൻ ഖിബലി മലക്കിൽ മൗത്ത്, അസ്റായിലില്ലേ, മലക്കുൽ മൗത്ത് അസ്റായിലില്ലേ, അസ്റായിലിന്റെ ഭാഗത്തൊരു പേടി വേണു. അയ്യഖുദഹു ഫീ ഗഫലത്തിൻ ബഗ്താ, ഞാനൊരു അനാചാരത്തിലിക്കുമ്പോ, ഞാൻ എന്തിലോ ശോലായിട്ടിരിക്കുമ്പോ, ഞാനൊരു ഹറാമിലിക്കുമ്പോ അസ്റായിൽ നിണ്ട് റൂഹ് പിടിക്കുവാ. എപ്പോ വേണു ഈ പേടി? യാ അല്ലാഹ്, മഹാന്മാരെ പേടി എന്തോ. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുടെ പേര് കേട്ടറാ നിങ്ങ? എത്ര വലിയ മഹാനല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നല്ല ചലിയുള്ള ജാവൂ, നല്ല തണുപ്പുള്ള ജാവൂ, സുബൈത്തോല ഉറങ്ങലില്ല. മല പോലുമ്പോ പക്ഷിങ്ങ പെരക്കിടത് പോലെ ഔത്തുൽഗത്ത് നല്ല ബെഡിൽ കിടന്നിട്ട് സുബൈത്തോല ബെരച്ചോട്ട് കിടന്നുറങ്ങാട്ട് അല്ലാഹുവിടെ ഓർത്തു പേടിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ ബെരക്കിടത് കാണുമ്പോ സ്വന്തം പെഞ്ഞായി കുറുന്നുമ്പല, ആ പെഞ്ഞായി നല്ലൊരു റഗ്ഗെടുത്തിട്ട് മാപ്പുരുടെ കൈകിങ്ങനെ ബൽച്ചെറിഞ്ഞിട്ട് ഈ റഗ്ഗൊന്നു പയക്കുറുനിങ്ങ, ഈ ഒള്ളിയൊന്നു പയക്കുറുനിങ്ങ, തെല്ലു സുബൈത്തോല കിടന്നുറങ്ങല്ലേണ്ടു എന്നപ്പോ ആ ഒല്ലിയുടെ തിരിച്ചു കൊടുത്തിട്ടോ പൊന്നുമോളെ ഫാത്തിമ കൈഫാനമോ 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 വഖദ് ദക്കറനി ഹാദൽ ഫിറാശു ഖബരി. മോളെ, നീ നിന്റെ പെഞ്ഞായിയാണ്, ഞാൻ ഉറങ്ങില്ലെങ്കിലും നിക്ക് ദുഃഖമുണ്ടോട്ട് നക്കുന്നുണ്ടോ, നിന്റെ വർക്കു നീ ഈ റഗ് തന്നോട്ടുള്ളൂ. പക്ഷേ ഈ റഗ് കാണുമ്പോ നക്ക് ഖബറിനെ പേടിയാവിടുമ്മ, നക്ക് ഖബറിനെ നെനപ്പാവിടുമ്മ. ഇണ്ട് നണ്ടൊട്ടിക നീനുള്ള പയക്കൊക്കെ നല്ല ഒല്ലി നീ തന്ന് നാല് ആ ഖബറിലതുണ്ടാ. ആൽച്ചനക്കുറു നാനും നിങ്ങൾക്ക് ആൽച്ചനക്കുണു. ഇണ്ട് ഞങ്ങൾ ഇപ്പൊ വാള് കഴിഞ്ഞിട്ട് പോയിട്ട് രണ്ടയും നിങ്ങളെയും ബെഡിൽ കിടന്നുറങ്ങുമ്പോ നക്ക് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് കിടക്കുക അവിടാ. ഞാൻ എത്ര ഭാഗ ബലത്ത് എത്രപ്പെട്ട ബലത്തേക്ക് തിരിടനാണ്, എത്ര പെട്ടെന്നാണ് ഇടത്തേക്ക് തിരിട, എത്ര പെട്ടെന്നാണ് ചരിഞ്ഞു പൂളുടെ, എത്ര പെട്ടെന്നാണ് ചുരുണ്ട് കിടക്കട. ഇല്ലെങ്കിൽ നക്ക് ഉറക്ക് പറവാ വേണ്ട. ഞങ്ങളെ തലയുടെ മേലെ തിരിടെ ഒരു ഫാനില്ലേ, ആ ഫാന്റെ കാത്തുപോലൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ആ ഫാന് തിരിടെ കട്ടക്കട്ടാ ചൊല്ലൊരു ശബ്ദയില്ലേ, ആ ശബ്ദ കേക്കാണ്ട് ഈ പാവപ്പെട്ട വാളു ചൊല്ലെ നന്റെ കണ്ണുക ഉറക്ക് പണ്ടുമ്മ ഇല്ല, ഉറക്ക് പണ്ടില്ലല്ലോ. ആൽച്ചന ഖബറോ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞത് ഒന്ന് കൈവൈത്തുകൊണ്ടാ, ഒന്ന് തല ചൊറിയുകൊണ്ടാ, ഒന്ന് ഇടത്തേക്ക് തിരിയുകൊണ്ടാ. ഭീകരമല്ലേ ഖബറു. പക്ഷേ രണ്ടയും നിങ്ങളെയും ഓട്ടയ പറ. ഞങ്ങളെ മുന്നിലൊരു ദീനുണ്ട് ചൊല്ലുടെ ബോധമുണ്ടാ, ഞങ്ങളെ മുന്നിലൊരു നേതാവുണ്ട് ചൊല്ലുടെ ബോധമുണ്ടാ, ഞങ്ങളെ മുന്നിലൊരു ഗ്രന്ഥമുണ്ട് ചൊല്ലുടെ ഓർമ്മയുണ്ടാ. അതുകൊണ്ട് ഇക്കട്ടും ആ പേടി. അല്ലാഹു ഞങ്ങളെ ഈമാൻ നന്നാക്കി തരട്ടെ. പേടി വേണു. ആ പേടി ഉള്ളവನು പിന്നൊരുത്തരെ ഗീബത്ത് ചൊല്ലലേ, ആ പിന്നൊരുത്ത പേടി ഉള്ളവನು ഒരു സാദാത്തുങ്ങളെയും ഇല്ലാത്തത് ചൊല്ലലേ, ആ പേടി ഉള്ളവನು ഒരു ആലിമീങ്ങളെയും പെരമ്പു ചൊല്ലലേ ഉണ്ടോ.
എത്ര ആൽമാറുള്ളാർ അങ്ങനെ നല്ല ഗൗരവം വേണം നിങ്ങൾക്കത്. ഈ ഭാഗത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ കേൾക്കൂ. ധാരാളം ഉമ്മമാർ പെണ്ണിങ്ങ മഹതിമാരിന്നാർ അങ്ങല്ലമ്മ മരണത്തെയും ഖബറയും ഒരു പേടിച്ച് പേടിയുണ്ടല്ലേ. നണ്ടയും നിങ്ങളെ പേടിയേ അല്ല, നണ്ടയും നിങ്ങളെ പേടിയല്ല. ഞങ്ങ ആഡംബരത്തിലുള്ള ജോലിയിലുള്ള ഞങ്ങ എല്ലാ സ്വരത്തിലും ഞങ്ങ മുങ്ങിയിട്ടുള്ള അമ്മമാരൊന്ന് കാതു കൊടുക്കും. തങ്ങ ചോറെല്ലാം ഉണ്ടിട്ടു ബറു. അപ്പൊ ഞങ്ങൾക്കും തെല്ല ധൈര്യമാവും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ധാരാളം ഉമ്മമാർ മഹതിമാരിന്നാർ എവിടെ ഈ അള്ളാഹുടെ പേടിച്ചിട്ട മരണവും ഖബറും അതിനെ പേടിച്ചിട്ട് ഒന്നുമാക്കാണ്ട് അള്ളാഹുടെ മാത്രം പേടിച്ച് ധാരാളം ഉമ്മമാരിന്നാർ കേക്കുറി പടന്ന ചുരുക്കി പണ്ടേ ഒരു ഗണ്ടമില്ല ഭർത്തി തങ്ങ പറമ്പോ നീ പാട്ടു ഇത്ര ആളുടെ കൂടുകൊണ്ട് നാ പേടിച്ചിട്ടേ ഇല്ല. അൽഹംദുലില്ലാ. അത് ഞങ്ങളെ ഒരു ജലാലിയത്തെ വാർഷികത്തെ ഒരു ബർക്കത്ത് ഞങ്ങളെ പള്ളിയിലെ ബർക്കത്ത് ഞങ്ങൾ എല്ലാ 3 മജ്ലിസും കവറാക്കിയാണ്ട് കാണ്ട് അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. അപ്പോ ഉമ്മമാർ ധാരാളം ഇന്നറ് സുബ്ഹാനല്ലാഹ്. സയ്യിദത്തുന ഫാത്തിമ ഉമ്മടെ കേട്ടില്ലേ നിങ്ങ? ഞങ്ങളെ ഈ വേദിക്കടെ ബലത്തെ ഭാഗത്തുള്ള ഞങ്ങളെ റായത്ത ഉമ്മമാരെ വളരെ ഗൗരവത്തോടെ ആലോചനക്കണു. നിങ്ങ ഇണ്ട് പോണിട്ടും പത്തൊലിമ്പവും ഇരിയും വയസ്സുള്ള പെണ്ണുമക്ക ചാവു കിടന്നുറങ്ങടെ ടൈമു 2 ഗണ്ട. ഇത് വളരെ ഗൗരവത്തോട് കേൾക്കണോ, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ വിരല് കടിക്കേണ്ടി വരൂ. വാട്സപ്പിടെ ലാസ്റ്റ് സീനപ്പോ 3 ഗണ്ട, ഇൻസ്റ്റാഗ്രാമുടെ ഓൺലൈൻ്റെ ഫോണിപ്പോ ഇണ്ട് നേരെ ഉൾട്ടാ ഞങ്ങു ജാവു പോലു ജാവ എടുപ്പ. അത് ഞങ്ങൾ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോവാ മാത്രല്ല ദുനിയാവിലും ഞങ്ങളെ ആഫിയത്തും അത് അടിപൂണ്ടുപോവൂ. ചൊന്നുമുണ്ടോ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അലി തങ്ങളെ മങ്ങിലായിട്ട് അതാ അണ്ട് ജാവങ്ങു ഫസ്റ്റ് നൈറ്റ് റജാവു ആറുക് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഫാത്തിമ ഉമ്മ അലി റളിയല്ലാഹു അൻഹു ഫസ്റ്റ് ജാവു ഔത്തെ റൂമുടൽക പോകുമ്പോ ഫാത്തിമ ഉമ്മടെ വല്ലാത്ത കരച്ചില, ബുൽപു നിപ്പാട്ടില്ല, വല്ലാത്ത ബുൽപുണ്ട് ഫാത്തിമ ഉമ്മടോ. അപ്പൊ മാപ്പിളയായ അലി തങ്ങ എത്ര ബേജാറാവൂ. അലി തങ്ങ കേട്ടൊരു പൽക്ക മോളെ ഫാത്തിമ എന്തേ നാണ് മാപ്പിളയായത് പിടിച്ചില്ലേ എനിക്ക്? രണ്ട് ഔത്തുലു നല്ല കട്ടിലില്ലമ്മ, രണ്ട് ഔത്തുലു ബിരിക്കുക നല്ല ഒല്ലില്ലമ്മ, രണ്ട് ഔത്തുലു മണ്ണുപൂളുടെ മതിലല്ലാട്ട് വേറെന്തുമില്ല ഉമ്മ. അത് നിക്ക് പിടിച്ചില്ലേ? അത് കാനീന് ബുൽപൊട്ടേണ്ട് കേട്ടപ്പോ ഫാത്തിമ ഉമ്മ ചൊന്ന ഉത്തറ അല്ല അലി തങ്ങളെ അങ്ങനത്തൊരു ആഡംബരനാണ് ആക്കിയൗലേ അല്ലാ. എങ്ങനെ ഒന്നുണ്ട് അതൊന്നാ ചൊന്നോണ്ടുള്ള ഓർമ്മയൊക്കെയോണ്ടുള്ള ഇണ്ട് നമുക്ക് ആഡംബര ജീവിത. ഫാത്തിമ ഉമ്മക്ക് അത് ആ പ്രശ്നമല്ല, അവസരമില്ലാത്തതല്ല പ്രശ്നം. എവിടത്തോളമുണ്ട ഫാത്തിമ ഉമ്മക്ക് ഒരു പണി വന്നപ്പോ ഹബീബായ മുത്തുനബി തങ്ങൾ മോളിലെ കാണുക പോയി തൗത്തുകൂ. ഔത്തെ കാണുക പോയപ്പോ ഔത്തെ പറത്ത് നിന്നിട്ട് ഒരു ബിലി ബിളിച്ചിട്ട് ഫാത്തിമ ഉൽഗനാണ് പറട്ടാ. അത് നല്ല സ്വഭാവ. ഞങ്ങൾ ഔത്തുകു നൂലുമ്പോ ഞങ്ങൾ റൂമുകു നൂലുമ്പോ നെനക്കമാര റൂമുക നൂൽഡല്ല, നെനക്കമാര ഔത്തുകു നൂൽഡല്ല. അത് ബായിൽ തുറന്ന് ടിക്കറ്റുമ്പോ ഞങ്ങൾ എന്തേ ഞങ്ങൾ ഒരു ഔത്തുകു നൂലുമ്പോ നെനക്കമാര നൂലുകുതീറ എന്തുമാവില്ല നിക്ക് നീനൊന്നു തൊണ്ടലൊന്നു ചമക്കണു നീന്. അപ്പ അവണു ഗൊന്താവിടും ആ ഭർത്താറ ഉള്ളത്. അതല്ലാണ്ട് നൂലുകുതീറ സലാമു ചൊല്ലാണ്ട് നീನು നൂലുകുതീറ. ഇത് ഇസ്ലാമുടെ നിയമമാണ്. അത് ഞങ്ങളവമേല്ലേ, അത് എലമൂത്തരവമേല്ലേ, അത് മൂത്തോലു പെങ്ങളവമേല്ലേ എന്നിട്ടു അട്ടര നൂലുകുതീറ. ഞങ്ങ ഒരു റൂമിടെ ബായിലെടുത്തിട്ട് എന്തെങ്കിലും നൂലുകുതീറ. ചിലപ്പോ അങ്ങ് ഒരു സ്വകാര്യത്തിലിക്കുവാറ് ആ കാര്യം ഞങ്ങൾ മനസ്സിലാക്കണു. എവിടുത്തോളയെന്നെങ്കില് പാലക്കാട് പഠിച്ചു വെക്കണു. ഒരു അപ്പവും ഉള്ള റൂമുകു അങ്ങനെ ഒപ്പികയില്ലാണ്ട് അങ്ങു അറിയിക്കാണ്ട് 3 നൂലുകുതീറ.
നമ്മുടെ നിയമ ഒരു ಅಬ್ಬ ಉಮ್ಮಡ ಔತುಗು ಬೋಲು ಮೋರ್ನಿಂಗ್ ನೆನಕ ಮರ പോയി നൂല കുത്തി അബ്ബ ഉമ്മ ഉള്ള റൂമുകു ജാഗ്രത ആക്കണോ ഒന്നാങ്കു എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഇഷാറത്ത് ആക്കിയിട്ടേ പോണു നങ്ങ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാനിപ്പോടല്ലോ ഫാത്തിമ ബീബിക്ക് പണി വന്നപ്പോ ആര് വന്നേ നബി സല്ലല്ലാഹു അലൈഹി ബാപ്പ കാണുകയുണ്ട് ബാപ്പ ഭർത്തക്ക് എടുത്ത് ഫാത്തിമ ഉൽക പറട്ട അപ്പൊ ഫാത്തിമ ബീബിക്ക് എടുത്തുള്ള ബാപ്പ ഒട്ടിಗೆ ആರು ഉള്ളറാ ഉണ്ടോ ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഒട്ടിയുണ്ട് അപ്പൊ ഫാത്തിമ ബീബി എന്നൊരു പൽക്കയിന്ത ഇപ്പ പറണ്ട ബാപ്പ തെല്ല് പറക്കട്ടെ നാ വിളിക്കടേ അങ്ങനെ തെല്ല് പാർത്തിട്ട് വിളിക്കുന്നത് കാണില്ല ഒന്നും കൂടി കേട്ടപ്പോ ഫാത്തിമ ഉമ്മയും തൂല ബാപ്പ എന്തെങ്കിലും കയ്യിൽ തട്ട ഉണ്ടാ തെല്ല് ബൽച്ചറ ഉൽഗഹാൻ എന്തേ ബൽച്ചറിനെ ഉണ്ടുണ്ട എന്തേ ഫാത്തിമ എന്ന് കേട്ടപ്പോ ആ ഫാത്തിമ ബീവി എന്ന ഉത്തര ബാപ്പ നന്റെ ഇട്ട ഡ്രസ് അത് മേല് ബൽച്ചെങ്കിൽ കാല് കാണ്ട് അതിന് കീഴാക്കിയെങ്കിൽ തലമറക്കോ ഡ്രസ് ഇല്ല ബാപ്പ വേറെ ഒരാൾ ഇക്കുമ്പോ അതങ്ങനെ പണ്ടത് ശരിയാവില്ല തലമറക്കോ വേറെ എന്തില്ല നിങ്ങൾ കുഞ്ചിലുള്ള സാലൊന്നു ബൽച്ചരിടറാ ആഡംബര ഗൊന്തേ ഇല്ല അപ്പൊ അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അത് ബേജാറാക്കൊണ്ടേ ഇല്ലേ പക്ഷേ ഫാത്തിമ ഉമ്മ ചൊന്ന ഉത്തറ ഇതാ മാപ്പിളുടെ വിളിച്ചു ചൊല്ലേ നാണ് ചെരിയിക്കുമ്പോ നന്റെ താലോലിക്കു നന്റെ ഉമ്മയിന്ത് നന്റെ ബാപ്പയിന്ത് നണ്ടൊട്ടിಗೆ എല്ലാരും ഇന്നാറ് ഇപ്പൊ നിങ്ങ ഫസ്റ്റ് നൈറ്റ് നണ്ടൊട്ടിಗೆ വരുമ്പോ നന്റെ സമാധാനപ്പെടുത്തുക നിങ്ങ ഉള്ളാറ് പക്ഷേ നാണ് മരണപ്പെട്ടല് പിന്നെ ആ ഖബറിൽ വൽത്തിയപ്പോ ആ ഖബറിലു നന്റെ മാപ്പിളയായ നിങ്ങ ഉള്ളറാ നാണ് ഒരുത്തിയേ കിടക്കണ്ടേ ഇത് കേട്ടിട്ട് മാപ്പിളയും പുൽപ്പു പെഞ്ഞായും പുൽപ്പു മങ്ങിലായ പസ്റ്റത്തെ ജാവൂ സുബൈതോല ഖബറ ഓർത്തിട്ടു ജണ്ടാലും പുൽപുട്ടില്ലേ എവിടുണ്ടിപ്പ നിനക്ക് ആ പേടി നക്ക് അറ്റ്ലീസ്റ്റ് ഒരു നാളില് 3 വക്തെങ്കിലും നാണ് കളാക്കാണ്ട് നിസ്കരിച്ചിട്ടുള്ള ധൈര്യം ഉണ്ടാ 3 വക്ത് നിസ്കരിക്കണു എന്നുള്ളതാണ് അത്രയെങ്കിലും ചൊല്ലുകൂ ഞങ്ങളെ കയ്യിലുണ്ടാ നിങ്ങളുടെ കേക്കട്ട ഒരു നാള് എന്തുമില്ലെങ്കിൽ ഒരു 2 നേരനാണ് പല്ലിക്ക് പോയിട് നക്ക് മഗ്രിബുക്ക് സൊറയില്ലത്ത് തോട്ടയില്ലത്ത് കൃഷിയില്ലത്ത് നാണ് മഗ്രിബുക്കൊന്ന് പല്ലിക്ക് പോയിട് വേണ്ടനാണ് ഇശാകൊന്ന് പല്ലിക്ക് പോയിട ചൊല്ലുകൂ അത് എല്ലാ നാളിലും ഉണ്ട് ചൊല്ലുക ആരൊക്കെ ധൈര്യമുണ്ടോ ആരൊക്കെ ധൈര്യമുണ്ടോ ഞങ്ങ ഇല്ലല്ലോ അപ്പൊ നാ ചൊന്നോ ബണ്ടോ വിഷയ മലക്കുൽ മൗത്തില്ലേ അസ്രായിലില്ലേ ആ മലക്കിടയെ പോലും നമുക്ക് പേടി വീണു ആ പേടി അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ ബേട്ടി ബച്ചാവോ ചൊല്ലുടെ പേര് വെച്ചിട്ട് ഞങ്ങളെ മൈക്കാലത്തെ 2, 3, 4 ബാലക്കാർ നടന്നു പോയാറങ്ങ ഡൽഹിക്ക് നടന്നുകൊണ്ട് പോയാറങ്ങ നടന്നിട്ട് ഡൽഹിക്ക് മുട്ട എത്തുമ്പോ അതാ അങ്ങനെ ഒരു ഓമിനി കാറില് റെസ്റ്റ് എടുക്കുക കുതച്ചപ്പോ ബാക്കിടെ ഒരു ട്രക്ക് വന്നിട്ടടിച്ചിട്ട് ഓമിനി പൊടിയായിട്ട് ജണ്ടാല് മരണപ്പെട്ടു പോയാറ് മൂസാ ഷരീഫ് ചൊല്ലെ ഞങ്ങളെ കക്കിഞ്ച ചർമാടിയുടെ ഭാഗത്തോ നല്ല കല്ലുപോലോത്ത ഒരു ബാലക്കാറില്ലെന്താ മരണപ്പെട്ടില്ലേ റബ്ബേ അവന്റെ ഖബർ നീന് സ്വർഗ വളപ്പാക്ക് അല്ലാ അവന്റെ ഭാര്യ മക്കൾക്ക് നീ സന്തോഷം കൊടുക്കണമല്ലാ അവിടുത്തോളം നടന്നു പോയോണു ആ ഓമിനി വെച്ചിട്ട് റെസ്റ്റ് എടുക്കൂ ഓമിനിയുടെ ഡോറെടുക്കുമ്പോ ഈ ഓമിനിയുടെ ഉൽഗ അസ്രായില് ബറുചൊല്ലു ചിന്തയിന്താ ആ ഓമിനിയുടെ ഷീട്ടില് ചാഞ്ഞിരിക്കുമ്പോ ഇത് നിന്റെ അവസാനത്തെ ഡെപ്പു ചൊല്ലോ ചിന്തയിന്താ അതുകൊണ്ട് എങ്ങനെ എവിടെ എപ്പ ചൊല്ലുകില്ലല്ലോ ഞങ്ങൾക്കൊരാളിട്ടിಗೆ ചതി വേണ്ട ഒരാളെ എണ്ണുക പോവണ്ട എന്തേ ചിലപ്പോ നിന്റെ മയ്യത്ത് കട്ടില് 4 ഭാഗത്തെ ഒരു മൂലക്ക് കുഞ്ചി കുടിക്കണ ഉണവുണായിട്ടിക്കൂ നിന്റെ മയ്യത്ത് പല്ലിനെടുത്ത് വെക്കണ ഉണവുണായിട്ടിക്കൂ ആ പേടി വേണേ ഈമാനുള്ള ഞങ്ങളെ ഭാഗത്തെ ആ പേടി വേണു അല്ലാഹു തൗഫീഖ് നൽകട്ടെ
4 പേടി ഇപ്പൈത്ത് ഇനി 5ാമത്തെ പേടി. അപ്പൊ ഏകദേശം തങ്ങ എത്തോണ്ട് കണ്ടല്ലേ ഒലിമ്പരകണ്ടല്ലേ ഇപ്പ. അപ്പോ 5ാമത്തെ പേടി മിൻ ഖിബലി ദുനിയാ, ദുനിയാവുടെ പേടി. എപ്പോൾ ദുനിയാവുടെ പേടി എന്തോ ദുനിയാവുടെ പേടി അയ്യഗ്തറ ബിഹാ, ഈ ദുനിയാവ് തന്നെ ചതിക്കുവാണ്ട് നാണ് അതിന്റെ ചതിൽ പെട്ടുപോയവരുടെ പേടി വേണം. പിന്നെ വതുഷ്ഖിൽഹു അനിൽ ആഖിറ, അത് ആഖിറത്തുക്ക് നക്കുള്ള വലിയ മുതൽ കൂട്ട് ദുനിയാവിൽ ആക്കി വെക്കുള്ളത്. അത് ആഖിറത്തോടെ ജോലിയാവാ, തന്റെ ആഖിറ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോവാജുടെ പേടി. ഇത് ആർക്കിപ്പം ഞങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാ ദുനിയാവിൽ അങ്ങനെ നാണ് നഷ്ടപ്പെട്ടു പോയജുടെ പേടി ബിൽക്കുൽ ഞങ്ങളെ ഭാഗത്ത് വന്നിട്ടില്ല. ഞങ്ങളെ മഹാന്മാരുടെ അവസ്ഥ നോക്കോണിങ്ങ ദൂരെ പോവണ്ട. അഭിവന്യരായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം ഇത് SYS പരിപാടിയാണ്, മെമ്പർഷിപ്പ് വന്നുകൊണ്ടുള്ള ടൈമാണിത്. ഈ ഭാഗത്തുള്ള രക്ഷിതാക്കന്മാർ, ഉമ്മമാർ, ഞങ്ങൾ ഔത്ത മക്ക അല്ലെങ്കിൽ ഞങ്ങളെ മാപ്പിളമാർ, ഞങ്ങൾ ഔത്തുള്ള ഹിരിയങ്ങ അങ്ങും ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ട്. അങ്ങൊന്ന് പോയിടറ നിങ്ങൊന്ന് കേൾക്കണം, ഞങ്ങളൊട്ടി അങ്ങ് പോയിടറ കേൾക്കണമെന്നു അതൊക്കെ ചൊന്നുണ്ടല്ലോ. അഭിവന്യരായ സുൽത്താനുൽ ഉലമ സുബ്ഹാനല്ലാഹ് മഹ്ലറത്തുൽ ബദരിയ ഇല്ലേ, ഇപ്പൊ മഹ്ലറത്തുൽ ബദരിയ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇത് ആരെനിക്ക് ഇജാസത്ത് തന്നോ? AP ഉസ്താദ് തന്നേ. അപ്പൊ AP ഉസ്താദ് ഇത് ചൊല്ലണ്ട ഇപ്പ 10-15 വർഷത്തിനു മേലായിട്ടൂല ഒരു 4 പോലും മഹ്ലറത്തുൽ ബദരിയ ഓതാണ്ട് ഉസ്താദ് കിടന്നിട്ടേ ഇല്ല. എങ്ങനെ തിങ്ങലൊക്കെ വിഷയമല്ല ഇത്. ഒരു 4 പോലും മഹ്ലറത്തുൽ ബദരിയ തീർക്കാത്ത ഒരു 4 വന്യരായ ശൈഖുന ഉസ്താദ് അവറുകൾ ഇന്ന് കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പാറ കേട്ടാറ്. അപ്പോൾ 44 ഉസ്താദ് ഉഷാറില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലಂತ അപ്പ ചെന്നറ അപ്പ ഉസ്താദി ഒന്ന് അതിരെ ನಾನು ഒരു 4 ജണ്ടരെ പോലെ കലാ വീട്ടിലാണ്ട് ഒരു 4 ജണ്ടരെ പോലെ ചൊന്നു തീർത്തരേ ആലോചന കൊടുങ്ങ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാ അല്ലെങ്കിൽ ഒരു 4 ഒരു ഫോണൊന്ന് പെട്ട ഫാത്തിഹ ഓതാണ്ട് ನಾನು കിടന്നിട്ടില്ല ചൊല്ലോ നക്ക് ധൈര്യമില്ല കേക്കിടെ നിങ്ങൾ ധൈര്യമില്ല. അഭിവന്യരായ സുൽത്താനുൽ ഉലമ ഇങ്ങളെ ബാക്കിലാവാ ഞങ്ങൾ ഉള്ളേ SSF രംഗ SYS രംഗ മുസ്ലിം ജമാഅത്ത് രംഗ അങ്ങനെ ബാക്കിൽ പോയത് കൊണ്ടെങ്കിലും അള്ളാഹു നമുക്ക് വിജയം നൽകലേ. അതുകൊണ്ട് മെമ്പർഷിപ്പ് ഒരാളും ബാക്കിയാവേണ്ട എടുക്കണം. നിങ്ങൾ ജനുവരി 1 to 20 അതിപ്പോ SYS മുസ്ലിം ജമാഅത്ത് മെമ്പർഷിപ്പിന്റെ കാലാവധി SSF കാലാവധി ഇപ്പൊ എൻഡിംഗ് ആണ്. ഈ മന്ത് ലാസ്റ്റ്, ഇയർ ലാസ്റ്റ് ആണ്, മന്ത് ലാസ്റ്റ് ആണ്. ഇപ്പോ അവിടെ SSF മെമ്പർഷിപ്പ് ലാസ്റ്റ് അവിടെ ഇപ്പൊ 2 years. അപ്പൊ ഇനി SYS മുസ്ലിം ജമാഅത്ത് എന്തെങ്കിലും അങ്ങനെ ബാക്കിൽ വന്ന് ഇക്കട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ സമസ്ത പ്രസിഡന്റ് ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സുലൈമാൻ ഉസ്താദാണ് കേരളത്തിൽ 1ാമത്തെ മുസ്ലിം ജമാഅത്തിലെ മെമ്പർ. ഇപ്പ എന്തേ ഒരേ ആശ നക്കെന്തു ഇപ്പൊ ഓടി കടിക്കുക ഉണ്ടാവില്ല, ബാനർ കെട്ടുകാവില്ല, കൊടി കെട്ടുകാവില്ല, ബൊബ്ബിടുക എന്താവില്ല. പക്ഷെ ഔലിയാക്കന്മാരുടെ ബാക്കിൽ ഇന്നർ അതൊക്കെ നാണും ഒന്ന് കൂടിയുള്ള മെമ്പർഷിപ്പ് എടുത്തു സുലൈമാൻ ഉസ്താദ്. അള്ളാഹു ആ ഉസ്താദിനെ ആയുസ് അള്ളാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ചിന്ത നോക്കൂ, നാളെ ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടുവല്ലയുള്ള ചിന്ത. അപ്പൊ ദുനിയാവിടെ അങ്ങ് കണ്ടു നോക്കൂ. അഭിവന്യരായ ഉസ്താദ് ഞങ്ങളെ മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് ചൊല്ലു. ഈ കേരള യാത്ര ആയപ്പോ ഉസ്താദ് തസ്ബീഹിന്റെ മണി കീലി വെക്കലില്ല. ഓളെ കാറിൽ ഓരോ കേന്ദ്ര എത്തുമ്പത്തും ആൾമാർ ചുത്തുകൂടിരാറ്, ആൾമാർ കൈപിടിക്കോ കാത്തോണ്ടുള്ളാറ്, കൈ മുത്തോ കാത്തോള്ളാറ്. ഉസ്താദ് തസ്ബീഹിന്റെ മാല കീലി വെക്കില്ലേ. ദിക്റും സ്വലാത്തും തസ്ബീഹ് മാത്ര. ലാസ്റ്റ് ഉസ്താദ് ഒന്നുമില്ല ഇനി നാണിയില്ലേണ്ടി പറയും. നിങ്ങൾ ഒന്നും ആ ഒരു തെല്ല് നേരെ തസ്ബീഹിന്റെ മാല കീലി വെച്ചിട്ടൊന്നും അങ്ങനെ സന്തോഷിപ്പിച്ചെങ്ങമയാവും, ഒന്ന് കൈകാട്ടിങ്ങമയാവും. അവിടുത്തോളം അങ്ങനെ ആ ദുനിയാവിലുള്ള അങ്ങനെ ജീവിതം നോക്കൂ. കേരള യാത്രയോടൊപ്പം 2 വെള്ളിയാഴ്ച ഒട്ടികയും തോല മാലിയേക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് വലിയ പ്രഭാഷകനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോ ആ ഉസ്താദുള്ള 2 വെള്ളിയാഴ്ചയും 3 അൽ കഹ്ഫ് ഓതാണ്ട് ഉസ്താദ് പോയിട്ടേ ഇല്ലേ. 2 വെള്ളിയാഴ്ച ആരിത് ആ ബൈസിൽ അപ്പറിപ്പറ ഓഡ്രെ അഭിവന്യരായ സുൽത്താനുൽ ഉലമ. മിനിങ്ങളെ ദുനിയാവിടെ അങ്ങ് കണ്ടൊരു കാഴ്ച നോക്കൂ. നിങ്ങ അങ്ങ് ദുനിയാവിടെ ഒട്ടിക്കുള്ള പേടി അങ്ങ് ആഖിറത്തേക്ക് ബേനായിട്ട് ദുനിയാവിടെ കണ്ടുപിടിച്ചത് എത്ര. അഭിവന്യരായ താജുൽ ഉലമ ഞങ്ങളെ കണ്ടില്ലേ അവിടുത്തെ ജീവിത. ആ താജുൽ ഉലമ അസ്മാഉൽ ഹുസ്ന ഇല്ലേ, 90 ആ ഇസ്മുകളില്ലേ, ഓരോന്നൂരെ ഓരോ ലാക്ക് പട്ട ചൊന്നിട്ടു എഴുതി വെച്ചിട്ട്
ഇത് നിന്റെ ആഖിറത്ത് കിട്ടുന്നിട്ട് അങ്ങ് മാറ്റിവെച്ചാറ് അങ്ങ എടുത്ത ദർസുമയവൂ അങ്ങ് ആഖിറത്തിലേക്ക് എന്തും മദനിമാറുമയാവൂ അങ്ങ് ആക്കിയ ആ ഖിദ്മത്തുമയാവൂ. പക്ഷേ അതിനെ കാട്ടിയപ്പുറ ഓരോ അസ്മാഉൽ ഹുസ്നയുടെ ഹിസ്മുകളെ ഓരോ ലാക്ക് പട്ട ചൊന്നിട്ടു അങ്ങ് എഴുതി വെച്ചില്ലേ. കാരണം ദുനിയാവിടെ അങ്ങ് അങ്ങനെ കണ്ടാറ് രണ്ടൊട്ടിക എന്തു വേണ്ട വർഷത്തില് ഓർക്കവന്റെ റമളാനില് 30 തറാവിയും തപ്പാണ്ട് നിസ്കരിച്ചിട്ട് ചൊല്ലൂ ഞങ്ങൾക്ക് ധൈര്യമുണ്ടാ. ആ 30 നാളിലെങ്കിലും ഒരു നാളും തപ്പാണ്ട് പള്ളിരെ സുബൈ ബാങ്ക് നിന്റെ കാതക് കേട്ടിയുള്ളെങ്കിലും ധൈര്യമുണ്ടാ ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതം അങ്ങനെ പോയിട്ട് അങ്ങനെ ജീവിച്ചപ്പോ അല്ലാഹു അങ്കു എല്ലാം കൊടുത്താ. അല്ലാഹു അങ്കു എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്താ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഈ ദുനിയാവും ആഖിറത്തുള്ള മുതൽ കൂട്ടാവണോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, ഇതാ നീനൊരു വലിയ കടലിലെ മുട്ട പോണു. ആ കടലിലെ മുട്ട പോയിട്ട് നിന്റെ കയ്യൊന്ന് ആ കടലുക മുക്കണുമ്മ. ആ കടലുക നീനെ കൈ മുക്കിട്ടൊന്ന് എടുത്തിട്ട് ബെരലിങ്ങനെ പിടിച്ചു നോക്കണു. ആ ബെരലുക ഇങ്ങനെ ബെരലുടെ തണ്ണി ഇത്ര ഓരോ തുള്ളി തന്നിങ്ങല്ലേ ഇത്രേ അത്രമേ ദുനിയാവുല്ലേ. ആഖിറ കടലാണ്. ദുനിയാവ് നിന്റെ കൈയുടെ ബെരലുടെ ഇറ്റോണ്ടുള്ള തുള്ളി തന്നിങ്ങായിട്ടിക്കട. അതുകൊണ്ട് തെല്ലു ദുനിയാവിടെ ജാഗ്രതയാക്കുക. ആഖിറത്ത് നിക്കുതില് പേടിക്കട്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ കേട്ടില്ലേ നിങ്ങ? റബ്ബേ ദുനിയാവുലങ്ങ പേടിച്ച പേടി അത് വല്ലാത്ത പേടിയല്ലേ. ഇമാം ഷാഫി തങ്ങളൊട്ടിಗೆ ആരോപം ചൊന്നാറ്, ഇതാ നിങ്ങളെ റായത്തിലൊരു പെണ്ണിങ് ഉണ്ടു. ആ പെണ്ണിങ്ങു ജണ്ട് തല, ഒരു തലയല്ല പെണ്ണിങ്ങു ജണ്ട് തല. അപ്പൊ ഷാഫി ഇമാമയുടെ 2 തല ഉള്ള പെണ്ണിങ് ഉണ്ടവിടെ. അതേ ഉണ്ടു ഞങ്ങളെ റായത്തില്. അപ്പൊ ഞങ്ങൾ എന്ത് ബന്ധമുണ്ടാ? അയിമടെ അസ്ലിയായ തലയേത്, ഫറഇയായ തലയേത്, അല്ലെങ്കിൽ ഒറിജിനൽ തല, എക്സ്ട്രാ ബന്ന തല ഏതെന്ന് ചൊല്ലറാ നിങ്ങ. കാരണം ഉളു എടുക്കണല്ലോ, വേറെ കുറെ കാര്യം ഉണ്ടല്ലോ. എന്താക്കണോണ്ട് കേട്ടപ്പോ ഇമാം ഷാഫി തങ്ങ ഉമ്മടെ അവ കാട്ടി തണ്ടറാണ്ട് കേട്ടു. നേരെ ആ പെണ്ണിങ്ങളെ ബാപ്പടൊട്ടിಗೆ പോയിട്ട് കുറിയ ദിർഹം പൈസ മുന്നൂല് വെച്ചിട്ട് നിങ്ങളെ മോലെ നക്ക് തദാ കെട്ടി തണ്ടാറാ. നിങ്ങളെ മോലെ നക്ക് മങ്ങിലാക്കി തണ്ടറാ. ഏത് ബാപ്പ വേണ്ട ചൊല്ലു. കാരണം 2 തല ഉള്ളേ പെണ്ണല്ലേ. ബാപ്പ ಬೇಗನಾണ് കെട്ടിതണ്ടയുന്നു. മുഅ്മിനീങ്ങളെ ബാപ്പ ആ മോലെ കെട്ടി കൊടുത്തിട്ടു. ഷാഫി ഇമാമു ഫസ്റ്റ് ആ പെഞ്ഞായിയുടെ മുട്ട ഇപ്പ 2 തല ഉള്ള പെണ്ണിങ്ങ പെഞ്ഞായി. ആ പെഞ്ഞായിയുടെ മുട്ട പോയിട്ട് പെണ്ണും കടലാസ് പിടിച്ചിട്ട് എഴുതിട്ട് ഈ മട ഒറിജിനൽ തല ഇത്, എക്സ്ട്രാ വന്ന തല ഇത്, ഇത് പ്രകാരം ഇനി അയിമടെ ആരാധനകം അയിമ ഉപയോഗിക്കട്ട്. അതും എഴുതിട്ട് പറത്ത് വന്നിട്ട് ബാപ്പടയും മോല്ലയും വിളിച്ചിട്ട് ഇനി നിങ്ങളെ നാണ് ത്വലാഖ് ചെല്ലട്ടാ. ആ പെണ്ണിങ്ങളെ ത്വലാഖ് ചൊന്നു ബന്ത്. എന്തേ കാരണ മങ്ങിലായോ? എന്തേ അത്ര വേഗ ബുട്ടുവെന്നെന്തോ മങ്ങിലാവണുള്ള കാരണ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളോ കണ്ട ഈ പ്രിയപ്പെട്ട റായത്തോ ബാലക്കാർ ആൺമക്ക ബാലക്കാർത്തി പെൺമക്ക കേൾക്കൊണ്ടിരുന്ന ഇമാം ഷാഫി തങ്ങ ചൊല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ദീന്റെ ഒരു മസലയിൽ തുവല്ലേ പോയേ. ആ മസലയിൽ തുമ്പോ അയിമടെ മങ്ങിലാവാണ്ട് മീത്തു അയിമടെ മകത്തുനാണു നോക്കുമ്പോ അയിമ അന്യ പെണ്ണല്ലേ. ഒരു ഹറാമു നോക്കിട്ട് ഞാൻ എന്ത് ദീനിൽ തട്ട്
അയിമടെ മങ്ങിലായിട്ടാകുമ്പോ അയിമനക്ക് ഹലാലായില്ലേ, പിന്നെ അയിമടെ മുഖത്ത് നോക്കല് ഹറാമല്ലല്ലോ. ആ ഹലാല് പേനായിട്ട് മാത്രം രണ്ട് തലവുള്ള പെണ്ണിങ്ങാട്ട് നോക്കാട്ട് മങ്ങിലായിട്ട് മാതൃകാ ജീവിതം കാട്ടിയോ ഇമാം ഷാഫിഈ തങ്ങളെ കേട്ടില്ല ഉമ്മാ. ദുനിയാവിടെ അങ്ങ് ആഖിറത്ത്ക്ക് ബദലാവണാക്കി നോക്കറു നിങ്ങ. ദുനിയാവിടെ അങ്ങനെ ജീവിതം നോക്കറു നിങ്ങ. പാവപ്പെട്ട നാനും നിങ്ങ ഇവിടെ ഉള്ള നാജുർക്കട്ട ടൈമായോണ്ട് വന്ന് മുഅ്മിനീങ്ങളെ ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുല്ലാഹ് വലിയ മഹാൻ, എത്ര വലിയ മഹാൻ എന്നെങ്കിൽ ആ അബൂ ഹനീഫ ഇമാം ആറിണ്ടതല്ല നിങ്ങൾ പഠിക്കണു. സ്വന്തം ഔത്തുൽ കിടന്നുറങ്ങുമ്പോ അബൂ ഹനീഫ ഇമാം തങ്ങളെ ആ ഉസ്താദരെ അവം അതേ റായത്തിലുണ്ട്. പക്ഷേ അബൂ ഹനീഫ ഇമാം തങ്ങള് കിടക്കിടെ വലത്തെ ഭാഗത്ത് ഒരു 40 അവ കഴിഞ്ഞിട്ട് 41ാമത്തെ അവയാണ് ഉസ്താദരെ അവ. പക്ഷേ മറിക്കിട കൊടുത്തോള ആ 41ാമത്തെ അവയില്ലേ ആ ഭാഗത്ത് മറിക്കിട കൊടുത്തോള കാല് നീട്ടാത്ത മാനാണ് ഇമാം അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫ തങ്ങളെ കൈയുടെ 10,000 ദിർഹം ഒരാള് കടെടുത്തു പോയിട്ട് അതൊക്കെ ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈം വെച്ചിട്ട് അതിന്റെ ടൈമായപ്പോ കേക്ക് പോയിട്ട് പോയിട്ട് അവന്റെ ഔത്തേ വെല്ല ചാലുക പോയിട്ട് നിന്റെ നല്ല വെയിലുണ്ടു. അവിടെ വേറെ തണലുള്ള മറത്തെ അടിയുണ്ടു. അവന്റെ മാട്ര ഓട്ര അടിയുണ്ടു. പക്ഷേ ആ നട്ട വെയില് ജാലല് നിന്നിട്ടുണ്ട് ബിൽച്ചിട്ടാകുമ്പോ അവನು ಪರ್ತು ಬಂದ ಅವನು ಚೊನ್ನ ನಕ್ಕಿ ನಿಂಗ ಬನ್ನೆ ಬಿಸಿಯ ಗೊಂತೈತು. ಆ ನಟ್ಟ ಬೆയിലെന്ത് നിങ്ങ നിക്കറോ തെല്ല മറത്തടിയിൽ നിക്കുകുതീരേ നന്റെ ഔത്തെ ജാലടിക്ക് പറഞ്ഞു കുതീരേ. അപ്പോ അബൂ ഹനീഫ തങ്ങ ചൊന്നൊരു പൽക്ക ഈ പൈസത്തെ വിഷയത്തില് നിന്റെ ഔത്തെ നിരളുനാണ് ഉപയോഗിച്ചെങ്കില് അത് ഈ പൈസത്തെ കാരണത്താൽ ഒരു ഉപകാരം എടുത്തതുപോലെ ആയെങ്കിൽ ചിലപ്പോ അത് ബഡ്ഡില് പെട്ടുപോവലേ, ചിലപ്പോ അത് ഹറാമില് പെട്ടുപോവലേ. പേടി നോക്കുറുമ്മ അങ്ങലത് ഇണ്ട് ഞങ്ങളുടെ ഹറാമുടെ പേടി, ഞങ്ങളുടെ ഹക്ക് ബാത്തില് ഞങ്ങൾക്ക് ആരെ പൈസ മാവിടു, ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയെങ്കിലും ആവിടു, നന്റെ കീസ നിറഞ്ഞെങ്കുമയാവൂ, നന്റെ മക്കളെ പേര് നിറഞ്ഞെങ്കുമയാവൂ, നന്റെ ഔത്തുകു നല്ല പൈന്റ് കൊടുത്തെങ്കുമയാവൂ, ഞാനൊന്നു ഗൗജാക്കെങ്കുമയാവൂ. അത് ആരെ പൈസ വേനെങ്കാവട്ടെ, അത് ഏത് ഹറാമിലും സമ്പാദിച്ച പൈസ വേനെങ്കിലാവട്ടെ, ഞങ്ങൾക്ക് പേടിയില്ലല്ലോ. ഒരൊറ്റ കാര്യം ഇനി നിങ്ങൾ ആ ഭാഗത്തേക്ക് തിരിയേണ്ട ചൊന്നിട്ടു നാ ചൊന്നോണ്ടുള്ളൂ. ഈ ഹറാമുടെ പൈസ മുതലൂ ഔത്തൂകും പോയിട്ട് പെഞ്ഞായി മക്കു തിമ്മാട്ടങ്ങ ഒരു കാര്യം മനസ്സിലാക്കണോ. നിങ്ങളെ മക്കു 3 പ്രശ്നം വരൂ. നമ്മുടെ പൈസ എങ്ങനെ ആയെങ്കും ഒന്ന് ഔത്തുല് ബേർന്നൊന്നെങ്കൈത്ത് ഔത്തെങ്ങൊന്ന് ഗട്ടിൽ തിണ്ടെങ്കൈത്ത് ഇങ്ങനെ ഹറാമുടെ സ്വത്ത് ഔത്തുകെത്തുവാട്ടങ്ങ ഒരു കാര്യം മനസ്സിലാക്കണം. ആനിങ്ങ നിങ്ങളെ മക്കൾക്ക് ഒരു 3 എഫക്ട് വന്നു പോകും. ഒന്ന്, ആ മക്കൾക്ക് ബുദ്ധി വൈകല്യം ഉണ്ടാവും. ആ ഹറാമുടെ തിണ്ട് ജീവിക്കുന്ന മക്കളെ ബുദ്ധി ബാക്കിയുടെ മക്കളെ ബുദ്ധിയെ പോലെ വളരല്ലേ, പ്രശ്നം വന്നു പോവും. ആർഗാസുണ്ട് നന്റെ കിടവിടെ ബുദ്ധി ഇല്ലാത്തൊരു കിടവ് പോലെ കാണുക ആർക്കെങ്കിലും ആശ ഉണ്ടാ? നിങ്ങൾ ആലോചന ഇങ്ങനത്തെ ഒരു പ്രോബ്ലം പറഞ്ഞു. അപ്പൊ ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട, കൊടുക്കുന്നത് അതും ഇതും ഇടപാടെല്ലാം ക്ലിയർ ആക്കണു നങ്ങ, ഇടപാട് ക്ലിയർ ആക്കണു നങ്ങ. അതിലൊട്ടിಗೆ രണ്ടാമത്തേത് അതല്ലെങ്കിൽ അംഗവൈകല്യം വന്നു പോവോ, ഹാൻഡിക്യാപ്ഡ് ആയി പോവാ. അങ്ങ മക്കളെ ഒന്ന് കൈ കുറവു അല്ലെങ്കിൽ കാല് കുറവു നടക്കുകയില്ല. അള്ളാഹു ഞങ്ങളെ തന്നെ മക്കളെ ഒരു ന്യൂനതകളില്ലാത്ത മക്കളായിട്ട് അള്ളാഹു വളർത്തുമാറാകട്ടെ. ഇനി തറന്നുക അള്ളാഹുവിലെ മക്കളെ അള്ളാഹുവെ നല്ല സ്വാലിഹായ അംഗവൈകല്യങ്ങളോ എന്ത് കുറത്തങ്ങളോ ഇല്ലാത്ത മക്കളെ ഈ ചൊന്ന ഇൽമുടെ ബർക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. അപ്പോ രണ്ടാമത്തെ ഡേഞ്ചർ സവാത് അംഗവൈകല്യത്തെ ഉണ്ടാവും. മൂന്നാമത്തൊരു പ്രശ്നം എന്താ കൊണ്ടുണ്ടാ, അത് ചില മാനസികമായിട്ട് ആ മക്കൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. മാനസികമായ ഒരു വൈകല്യത്തെ ആ മക്കൾക്കുണ്ടാവും.
അതുകൊണ്ട് നല്ല ജാഗ്രത ആക്കണം ഈ വിഷയത്തിൽ. ഈ ഹറാമുമായിട്ട് ഞങ്ങൾ അതിരെ ആ പൈസ അത് ബഡ്ഡി പൈസ ബഡ്ഡിയും നിങ്ങൾ ഞങ്ങൾ പേരച്ചിൽ അങ്ങനെ കൊണ്ടുണ്ട്. അത് ഒരാളിലെ കയ്യിൽ ഞാൻ 10,000 രൂപ കട കൊടുത്തേ അല്ലെ, ഞങ്ങളെ ബഡ്ഡി അങ്ങനെ പേരച്ചില് എന്തേ അബുക്കറക്ക ബഡ്ഡി കൊടുത്ത എടുത്തുള്ളുമ്പോ ഒരു 1000 രൂപ ಜಾಸ್ತಿ എടുത്തുള്ളേ, ഒരു 3000 രൂപ ಜಾಸ್ತಿ എടുത്തുള്ളേ. അവനുക്ക് പേര് ബഡ്ഡി കൊടുക്കൂടെ അവനുണ്ട്. ಅವನು ಮಾತ್ರ ಅಲ್ಲ ಬಡ್ಡಿ ಕೊಡ್ಕೊಡೆ, ಅವನು ಬಡ್ಡಿ ಕೊರೆ ರೂಪത്തിൽ ಅವಡು ಎಂದೆಲ್ಲ ರೂಪത്തിൽ ಅವಡು ಬಡ್ಡಿ. ഇപ്പൊ നോക്കൊരു സ്കീം എല്ലാം കൂടിയിട്ട് ഇപ്പൊ ലക്കി ഡ്രാ സ്കീം എല്ലാം കൂടിയിട്ടുള്ള കാലം. നല്ല ജാഗ്രത ആക്കുക, ആ വിഷയത്തിക്ക് പോവണ്ട. എന്ത് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യ ഇനി ಅದಕ್ಕೆ പരിഹാരം ഉണ്ടാ, അത് ആലിമീങ്ങളെ കേട്ട് പഠിച്ചുള്ളവർ വേണ്ടതുപോലെ. ഇപ്പൊ നാണ് തിങ്ങൾക്ക് 1000 രൂപ കൊടുത്തൊരു സ്കീം കൂടിയേ നക്ക് ഓടെ പാരിത്ത് പേരിക്ക പൗണഞ്ചിലാക്കടെ അവ പാരിയോ പൗണഞ്ചിലാക്കടെ ഒരു അവ പാരിത്ത് പേരിക്ക. ആ പൗണഞ്ചിലാക്കല് എത്ര 1000 രൂപ ഉണ്ട് നിങ്ങൾ ആലോചനാക്കും. ലോട്ടറി പോലെ ഒരാൾ 100 രൂപയുടെ കൂപ്പൺ എടുത്തിട്ട് ലോട്ടറി എടുത്തെങ്കിൽ അവനക്ക് പാറ 1 കോടി. അതിൽ എത്ര ആളില്ല 100 രൂപയ്ക്കു, എത്ര ആൾമാരെ 100 രൂപയ്ക്കു. ആ എല്ലാ 100 രൂപയുടെ അങ്ങ് പുറത്തേക്കും അവന് കിട്ടുന്നത്. എല്ലാവർക്കും ആശയില്ലേ, നക്ക് പാറണു നക്ക് പാറണു നക്ക് കിട്ടണു നക്ക് കിട്ടണു. പൊയ്ത്തല്ലയുടെ ചിന്തല്ലാണ്ട് കിട്ടില്ലയുടെ ബേജാർക്കും പണ്ടില്ലല്ലോ. എത്ര ആളിലെ പൈസ ഉണ്ട് ആലോചനാക്കും. ഇതിപ്പോ ചൊല്ലുമ്പോ ചിലപ്പോ അത്ര ഇടപാടാക്കട എനിക്ക് ബേജാറാവും. പക്ഷെ ചൊല്ലാണ്ട് എങ്ങനെ ഇക്കട്ടെ. ആ പൗണഞ്ചിലാക്കട അവ 5 ലാക്കട കാറിൽ എത്ര 1000 രൂപ ഉണ്ടു, അത് സ്വീകരിക്കുക. ഞങ്ങൾ ആലോചനാക്കണ്ടേ ഇക്കട്ടെ. അപ്പൊ ധാരാളം ഈ ബഡ്ഡി പറകുള്ള ഹറാമായ മുതൽ ഞങ്ങൾക്ക് എത്തുകുള്ള ധാരാളം കാരണങ്ങളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നാനിപ്പാട്ടിയ ഒരു കാകണ്ടയോടുകൂടി നാനിപ്പാട്ടിയ നല്ല പരിപാടിയുണ്ട്. ഞങ്ങളെ ഉത്തരം പരിപാടി നിങ്ങൾ കുന്തുണ്ടു. പക്ഷെ ഞങ്ങളെ റായത്തൊട്ടിಗೆ പിരിസത്തിലാണ് ഇത് ഓടിയുണ്ട്. ഈ പിരിസപ്പാട് ആഖിറത്തുൽ ഉപകരിക്കടെ പിരിസപ്പാടായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. അവസാനം SYS രംഗ നടത്തിയ ഈ പരിപാടിയായതുകൊണ്ട് രക്ഷിതാക്കളുടെ ആണിങ്ങ ഉള്ളാറ് പെണ്ണിങ്ങ ഉള്ളാറ് നിങ്ങ ചൊമ്മ ഉള്ള ഇവിടെ ബാലക്കാരെ കൊറുടി കണ്ടുകൊണ്ടുള്ള ഇപ്പ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പൽക്ക ചൊല്ലുകൊണ്ടു ഞങ്ങളുടെ SSF SYS മുസ്ലിം ജമാഅത്ത് നിങ്ങൾക്ക് ഇതേ സ്വറ വേറെ സ്വറയില്ല. നിങ്ങളുടെ ബൂത്ത് കെട്ടിയാറ് മെമ്പർഷിപ്പ് എടുത്താറ് അതാക്കിയാറ് ഇതാക്കിയാറുണ്ട്. ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുവാറ് മുഅ്മിനീങ്ങളെ നാണും നിങ്ങയുടെ ഞങ്ങു അള്ളാഹു തന്നെ ഭാഗ്യ ഞങ്ങൾ ഈ SSF SYS മുസ്ലിം ജമാഅത്ത് ഗട്ടിയായി പിടിക്കുക. കാരണം ഞങ്ങൾക്ക് അള്ളാഹു തന്റെ ഭാഗ്യം കൊണ്ടുണ്ടാ. ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണോ, സുന്നത്ത് ജമാഅത്ത് ചൊല്ലോ യഥാർത്ഥമായ ദീനുടെ ഒലിക്കിടങ്ങ ഞങ്ങ യഥാർത്ഥമായ ദീനുടെ ഒലിക്കിടങ്ങ ഈ പുത്തൻവാദിക നൂതനവാദിക ചുരുക്കി വന്നത് കൊണ്ട് മാറ്റർ അവസാനമായി നിപ്പാട്ടോ. ഈ നൂതനവാദിക നിറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ആയിരിക്കും തൊണ്ട ചില ടൗണിലെല്ല ആണിങ്ങ സ്വർത്തുക്ക് പോയാല് പിന്നെ പെണ്ണിങ്ങ മാത്രമുള്ള ഫ്ലാറ്റ്. ആ പുത്തൻവാദികളെ പെഞ്ഞായിമാർ അങ്ങനെ പെൺമക്ക അങ്ങനെ കടത്തിട്ട് ഞങ്ങളോ പെണ്ണിങ്ങളെ മൈൻഡ് പോളിഷ് ആക്കിയിട്ട് അങ്ങനെ ആശയത്തേക്ക് വിളിച്ചോണ്ടുള്ളാറ്. അവിടെ അവിടെ അങ്ങ് കേന്ദ്ര തുടങ്ങിയോണ്ടുള്ളാറ്. വിരല് കടിക്കേണ്ടി വരും, തപ്പി പോവറ് ഞങ്ങളെ മക്ക. അല്ലാഹു സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ചിട്ട് മരിക്കൂ തൗഫീഖ് നൽകട്ടെ. പേരോട് ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് കേട്ടില്ലേ നിങ്ങ ഇപ്പ? പേരോട് ഉസ്താദിയും തോ ഷംസുൽ ഉലമാ EK ഉസ്താദിനെ മുട്ട ആരോ ഒരു കംപ്ലൈന്റ് കൊണ്ടേ ഒരു റായത്തങ്ങ എന്തേ നൂതനവാദിക ഈ സലഫി ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗിടങ്ങയില്ലേ അങ്ങ ഈ ജുമാഅത്തിൽ വെള്ളിയാഴ്ച ഒരു അധിക പ്രസംഗാക്കിടാറ്. അത് തീരാ കറാത്ത് എന്നിട്ട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോ ആ റായത്തങ്ങ കംപ്ലൈന്റ് എടുത്തു പോയാറ് ഷംസുൽ ഉലമാ. അല്ലാഹുവേ മഹാനവറുകളുടെ ബർക്കത്ത് ഈ മജ്ലിസ് നൽകണമല്ലാ, മഹാനവറുകളുടെ ദറജ നീ ഉയർത്തണമല്ലാ. ഷംസുൽ ഉലമാ EK ഉസ്താദ് ഒട്ടിಗೆ പോയാറങ്ങ പോയി ചൊന്നാരെന്തോ ഇതാ ഞങ്ങളെ റായത്ത് ഉസ്താദ് ആളുകൾ വന്നൊരു അതിൽ ഞങ്ങൾ ഇങ്ങനെ ആക്കരുത് കറാത്ത് എന്നൊരു അത് തപ്പല്ലേ നിങ്ങൾ അതിൽ പൽക്ക പറയണപ്പോ EK ഉസ്താദ് കേട്ട് 6 മൊയിലാറ്. അപ്പൊ അങ്ങ് ചൊന്നാറത് വേറാരോ അല്ലാതെ ഇപ്പൊ നല്ല പാലക്കാറിലെ ഒരു പ്രഭാഷകൻ അഭിമന്യരായ ഞങ്ങളെല്ലാം ആത്മീയ നേതൃത്വ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ചെന്നാറുളങ്ങ. അപ്പോ ഒക്കെ അതിൽ അങ്ങനെ ചൊന്താണ്ട് കേടുത്ത് ഈ പോയങ്ങോതെല്ലാം കൊസിയത്ത് ഇപ്പോ ഷംസുൽ ഉലമ ബുടലെ പറയൂണ്ടങ്ങോതെല്ലാം കൊസിയത്ത് EK ഉസ്താദ് എന്നെ പൽക്കാൻ നടക്കടോ.
പേരോട് അത്രേ പറയൂ, പേരോട് ചെറുപ്പക്കാരനാണ്, അങ്ങനെ പേരോട് ഇപ്പൊ ബാലക്കാരല്ലേ, അയാൾ അത്രമുണ്ടെങ്കിൽ മയാവോ, അയാൾ അത്ര ചൊല്ലു ഇപ്പ നാണുമീത്തായെങ്കിൽ ഹറാമു ചൊന്നു ഓടുവാട്ടത്തെ നിങ്ങളെ ബന്ധങ്ങളെ ഓടുവാട്ടിത്താറ് ശംസുലുലമ ഈ കെ ഉസ്താദ് അങ്ങ് സുന്നത്തിയ മാത്ര കണ്ടൊരു ശൈലി നോക്കൂ നിങ്ങ, അതിലെ വിരോധികളെ കണ്ട ശൈലി നോക്കൂ നിങ്ങ റബ്ബേ. അതുകൊണ്ട് ഈ കാലത്തില് ഈ സംഘടനയിൽ കൂടിയിട്ട് ആ സുന്നത്തിയ മാത്ര ശക്തിപ്പെടുത്തുന്ന ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആ സുന്നത്തിയ മാത്ര ഒന്ന് കിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 ഞങ്ങൾ മെമ്പർഷിപ്പ് ആക്കുവാട്ടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കെ ഹസൻ മുസ്ലിയാർ അള്ളാഹുവേ ദർജ ഉയർത്തണം അല്ലാ. അവസാനം ഹോസ്പിറ്റലിൽ കിടന്നിരിക്കുമ്പോ തബ്ലീഗടങ്ങ കാണുക പോയപ്പോ അവന്റെ മുഖത്ത് നോക്കലയൊന്നിട്ടു തിരിഞ്ഞു കിടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ ഉസ്താദ്. അങ്ങനെയുള്ള കണ്ടു നോക്കൂ. ഞങ്ങൾക്ക് ഇപ്പൊ ചക്കരകഞ്ഞായിട് അങ്ങും മാവു ഇങ്ങും മാവു, അങ്ങും മുസ്ലിം അല്ലേ, അവണും മണികണ്ഠ കാട്ടി മേലല്ലേ ഫാൻറ്റിഡ്രോ, അവനുക്കും നല്ല താടിയില്ലേ, അവനും നല്ല നിസ്കരിക്കില്ലേ, അങ്ങലെയും ഇങ്ങലും പുറിച്ചോളുടെ പോലെ അവിടേക്ക് ഞങ്ങൾ എത്തിപ്പോയിടാ. എന്റെ റായത്തങ്ങളൊട്ടിಗೆ പിരിസത്തുള്ളൂ, അങ്ങലൊട്ടിಗೆ ഒരു ബന്ധമേ വേണ്ട. ഇത് വളരെ കടക്കലുകളുടെ അണ്ട് താജുലുലമാക്കിയത് ശരിയുണ്ട് ചൊന്നില്ലയുണ്ട് സമുദായ. അപ്പൊ എത്ര ശരിയല്ലേ അത് എത്ര ഹക്കല്ലേ, ആരെ വിരോധിച്ചില്ല, ഒരു ആലിമിടെ പറഞ്ഞില്ല, ഹക്കടെ വിഷയത്തിൽ മാത്രം പൽക്ക പറഞ്ഞിരോ. അള്ളാഹു നമുക്കും അത് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഗട്ടിയായി ആഴ്ച നോക്കണു. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചൊന്നൊരു പൽക്കയിന്ത് സമാധാനായിട്ട് നിപ്പാട്ടൊക്കെ ചൊന്നായിട്ട് കടലാസ് വരുമ്പോ അതൊരു കൊസിയായിട്ട് വേഗം പോയിരല്ലേ നിപ്പാട്ടകല്ല തുടങ്ങുകയെന്ന് കാണ്ട് ഇപ്പൊ പെണ്ണിങ്ങളെ ഭാഗത്തേക്ക് നല്ല ബക്കറ്റ് കിടത്തിടാറ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞങ്ങളെ റായത്തെ 3 നാളത്തെ പരിപാടി ആലിമീങ്ങൾ സാദാത്തുക്കൾ ബണ്ടാറ് 4 മുള്ളൂർക്കര ഉസ്താദ് ബണ്ട് നിങ്ങൾ എല്ലാവരും വേഗം എത്തിയിട്ട് വിജയിപ്പിക്കണം മാത്രം ആ പരിപാടി. അപ്പൊ അതുക്കും നാളെക്കലി ഞങ്ങളെ തങ്ങളും മസൂദ് സൈദി ഉസ്താദ് എല്ലാം വന്നിട്ട് നല്ല ജലാലിയുണ്ട്. അപ്പൊ എത്ര ചെലവുണ്ട് ഈ ലാക്കുകെട്ടിലെ ചെലവ്. ഇതുകൊണ്ട് ഒരു 4 ആൾക്കെങ്കിലും ഉപകരിച്ചെങ്കിൽ മയാവല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പൈസ അതിൽ ഇക്കട്ട്, ഞങ്ങളെ ഒരു ചെറിയ ക്യാഷ് ഒരു സംഖ്യ അതിൽ ഇക്കട്ടി എന്നിട്ടു എല്ലാ ഉമ്മമാർ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് പറമ്പൊത്തുകൊന്ന് ഇട്ട് കൊടുത്തു ശേഖരിക്കണോ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഉമ്മമാർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. എന്തെയ്യുന്നെങ്കിൽ ഞങ്ങളെ കണ്ടോണ്ടുള്ള ഞങ്ങളെ ഫാമിലി ഒത്തുകളിലെ ബണ്ടത് കൂടെ പ്രിയപ്പെട്ട ഞങ്ങളെ മുത്തഅല്ലിമീങ്ങ ബണ്ടാർ, ആ മുത്തഅല്ലിമീങ്ങ ബണ്ടർ എന്നിട്ട് മാത്ര ആ ഫംഗ്ഷനുക്ക് പോലും പോവാണ്ട്, മങ്ങിൽട്ടവിടക്ക് പോലും പോവാണ്ട്, മറിച്ചവിടക്ക് പോലും പോവാണ്ട് ആ മക്കൂബെ ചോറും നാഷ്ടാക്കി കൊടുക്കൂ. ദിക്കട എത്ര ഞങ്ങളെ കുപ്പെട്ടിരായ തൗത്തെ ഉമ്മമാറുള്ളാർ ആണിങ്ങോ നങ്കത് ഗൊന്താവില്ല. ചിലപ്പോ അപ്പോ ആ ഉസ്താദുമാർക്ക് മുത്തഅല്ലിമീങ്ങോ നല്ല ഭക്ഷണം കൊടുക്കടാർ. അല്ലാഹു ആ ഉമ്മമാർക്ക് അർഹമായ ഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിയുടെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇതാ ഒരു മുസ്ഹഫ് നോക്കൽ ആരാധനയല്ലേ, മുസ്ഹഫ് നോക്കൽ ഇബാദത്തല്ലേ. അതുപോലെ സുന്നത്ത് ജമാഅത്ത് ചൊല്ലെ യഥാർത്ഥമായ ഹക്കായ ദീൻ ചൊല്ലെ ഒരു ആലിമുടെ മുഖത്ത് നോക്കലും ഇബാദത്താണ്. പിന്നൊരു ജാഗയിൽ ചൊല്ലു, ഞാൻ ഇപ്പൊ ഇബാദത്ത് വായിക്കില്ല. അല്ലാഹു ഖുർആനിനെ കുറിച്ചിട്ട് അവನು നൂതനവാദികളെ വിരോധി, അവನು നൂതനവാദികളെ വിരോധികളുടെ ഒരു അറിവും ഈ അല്ലാഹു കിട്ടും. അല്ലെങ്കിൽ അല്ലാഹു അത് ഗംതൈത് കണ്ടെങ്കിൽ അവനൊരു ചെറിയ സ്വറാക്രവണോ അമലാക്രവണോ കണ്ടെങ്കിലും അവന്റെ എത്ര വലിയ ദോഷവും അല്ലാഹു മാപ്പാക്കി കൊടുക്കൂ. അങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിനെ കണ്ടു നോക്കൂ നിങ്ങൾ, സുന്നത്ത് ജമാഅത്തിനെ വിരോധികളെ കണ്ടു നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാം ചഞ്ചലായിട്ട് അപ്പറ ഇപ്പറ മാലിയോണ്ട് ഭംഗിയോണ്ടിരിക്കുമ്പോ ഞങ്ങൾ നല്ല ഈമാൻ ഗട്ടിയായി പിടിച്ചിട്ട് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്തിനെ നല്ല പ്രചരിപ്പിക്കണമാവണു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ
അഭിമന്യരായ തങ്ങൾ വന്നോണ്ടുണ്ട് ഉപ്പിനങ്കടി കഴിഞ്ഞിട്ട് ചൊന്തൂളയിപ്പ എത്രയും നിങ്ങൾ ഒബറിന്റെ കൂടെയൊക്കെ പറഞ്ഞെങ്കിൽ എത്ര നേരം വേണാവും ഇപ്പ അപ്പൊ ഒരു തെല്ലിനേരം ഉണ്ടാവും. അതുകൊണ്ട് മുദരിസ് ഉസ്താദ് ഉണ്ട്, അതിൽ നല്ല വാളാക്കൂ. ഞങ്ങൾ ഒട്ടിಗೆ പറിച്ചങ്ങ് 2 വർഷം ഞങ്ങൾ മർക്കസിൽ ഇന്ന പഠിക്കുമ്പോഴത്തേ അതിൽ നല്ല കിടിലൻ പ്രഭാഷകനാണ്. ഞങ്ങളെ KSO കർണാടക സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെ മെയിൻ ഫിഖിയായ സെക്ഷന്റെ മെയിൻ ആളാണ്. അപ്പൊ ഞങ്ങൾ ഒട്ടിಗೆ 2 വർഷം ഇന്ന ഞങ്ങൾക്കുള്ള ഗുംതുള്ള വിഷയ ഒരു കുറിയനാർ അതിൽ വാളാക്കും. ഞങ്ങൾ തങ്ങ അതിലൊരു പുതിയാമ്പലായിട്ടാണ് വന്നോണ്ടില്ലേ. 5 താരീഖായില്ല മങ്ങില ഞാൻ വിളിച്ചല്ല നിങ്ങളെ, ചിലപ്പോ തങ്ങൾ പിന്നെ വിളിക്കൂ. 5 താരീഖായില്ല മങ്ങില അങ്ങനെല്ലാം ആ അഭിമന്യരായ കൂറാത്തങ്ങളെ ചൊല്ലാണ്ടത് ഇപ്പാട്ട ശരിയല്ല. നിങ്ങൾ നോക്കൂ, ഒരു ഔത്തേ ഒരാള് എത്ര നല്ല ആള് ചൊല്ലുണ്ടെങ്കിൽ ഔത്തെ പെഞ്ഞായി മക്ക ചൊല്ലണു. ഇനിയിപ്പോ ഞാൻ എത്ര കൂടെ വാളാക്കിയെങ്കിലും ഞങ്ങൾ ഔത്തെ പെഞ്ഞായി ഔത്തെ ആൾമാർക്ക് മന്ത്രിക്കോ അങ്ങ് ചൊല്ലുവാറാ. അങ്ങ് ചൊല്ലേ നിങ്ങൾ പള്ളി ഉസ്താദിട്ട് മന്ത്രി പാർട്ടി കൊണ്ട് പറലുണ്ട് ചൊല്ലേ, തങ്ങളുടെ മന്ത്രി പാട്ടോറുണ്ട് ചൊല്ലേ, അങ്ങ് ചൊല്ലേ. അവ ചൊല്ലറില്ല, വേറെ വിഷയം അല്ലേ. ഞങ്ങൾ അങ്ങ് മന്ത്രി പാട്ടല്ലേ, നിങ്ങൾ ചിലപ്പോ തന്നിട്ട് മന്ത്രി പാട്ട് പറ ഞങ്ങൾ ഔത്തങ്ങ അത് ഞങ്ങൾക്ക് ആഴ്ചനാക്കണു. പക്ഷെ അഭിമന്യരായ കുറത്തു സാധാത്ത് കൂറാത്തങ്ങളെ ഒരു അവസ്ഥ സ്വന്തം ഔത്യങ്ങ എത്ര മനസ്സിലാക്കിയുള്ളൂ നോക്കൂ. നിങ്ങൾ റമളാന്റെ 302 പെഞ്ഞായി ചൊല്ലൂല, വലിയ ഒരു കലത്തിൽ തന്നി വെച്ചിട്ട് ഊതൊരു ഇതുക്ക് നിങ്ങൾ ഈ പിന്നെ എവിടേക്ക് പോകണ്ടെങ്കിൽ പിന്നെ എവിടേക്ക് പോറു ഒരു കലത്തിൽ തന്നി വെച്ചിട്ട് ഇതൊക്കെ ഊതൊറു ചൊല്ലൂല. ഊതൊറു എന്നിട്ട് വെറുതെ കൂതി വെക്കടല്ല, ആറ് ബന്ധങ്ങോ ബീറ്റി കൊടുക്കുക എന്തല്ല, അതൊക്കെ വേറെ ഉണ്ടു. 30 നാളും പെഞ്ഞായി മക്ക നോമ്പ് തറന്ന് ആ തന്നിലുള്ള എങ്ങനെ 30 നാളും പെഞ്ഞായി മക്ക നോമ്പ് തുറന്ന് സ്വന്തം മാപ്പുല ഊതി വെച്ച് പോയ ആ തന്നില് ആഴ്ചനാക്കുറഞ്ഞ. അപ്പൊ ഔത്തങ്ങ പോലും അത്ര മനസ്സിലാക്കുമ്പോ എത്ര ഒരു സൂക്ഷ്മ ജീവിതമായിട്ട് കൂറാത്തങ്ങളത്. ഞങ്ങൾ ഒരു പഞ്ചതികവുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങൾ മുട്ട പോയിട്ടാകുമ്പോ ബൈസര ഉമ്മയൊന്തു കടാകടി പൽക്ക പൽക്കമേത് 30 ജുസു മുസാബിടെ ആനയും തൈ പെണ്ണിങ്ങ മുസാബ് തൊട്ടിട്ടുള്ള തങ്ങൾ നാനങ്ങനെ ആക്കിയിട്ടില്ല. ബൈസര ഒരു പെണ്ണിങ്ങ. അപ്പൊ തങ്ങ ഒരു പറഞ്ഞ അറസ്റ്റുണ്ടല്ലേ, ഭയങ്കര അറസ്റ്റ്. അത് നിങ്ങൾ എത്ര ഓതിട്ടാ മുസാഫു, നിങ്ങൾ തൊട്ടു സാക്ഷി നീക്ക ഉള്ളതാ മുസാഫു. എത്ര ഒരു മുൾക്കെങ്കിലും ഓതിറകെ എടുത്ത് തങ്ങ അങ്ങ് കേക്ക് അർഹത ഉണ്ടാവാ. എന്ത് ചെയ്യുന്നെങ്കിൽ കൂറത്തങ്ങ എത്ര ദൂരം പോണ്ടെങ്കിലും ചുമ്മ കാറിലെ പോണ്ടേ. അതെന്തേ അത്ര ദൂരം നിങ്ങൾ പോണ്ടെന്ന് കേട്ടപ്പോ കൂറത്തങ്ങ എന്തൂല നക്കിപ്പ റായത്തുലിക്കുമ്പെല്ലാം ആൾമാർ ബണ്ടാറ്. അതുകൊണ്ട് അത്ര ദൂരം പോയിട്ട് പറയുമ്പോഴത്തേക്ക് ഖുർആൻ ഓതുക അവിടല്ലേ, അതൊക്കെ പെയിനായിട്ട് നക്കത്തിൽ ഖുർആൻ ഓതുക ടൈം കിട്ടല്ലേ, അതൊക്കെ പെയിനായിട്ട് ഞാൻ അത്ര ദൂരം ഏറ്റെടുത്തിട്ട് ആളുക പോണ്ടേ ആലോചന. അപ്പൊ അത്ര വലിയ മഹാമനീഷി അള്ളാഹു അവിടുത്തെ ബർക്കത്ത് തങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ചെന്നിട്ട് തൽക്കാല പൽക്ക ചുരുക്കിയിട്ട് മുദ്രസ് ഉസ്താദ് തൽക്കാല വേദി പുട്ട് കൊടുത്തിട്ടു നിങ്ങൾക്ക് എല്ലാവരുടെ ദുആ വസിയത്താക്കിയിട്ട് പൽക്ക ചുരുക്കടനാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി കുറിയനാറ നല്ല വിഷയ അവതരണാക്കുക അഭിമന്യരായ മുദ്രസ് ഉസ്താദരെ വളരെ സ്നേഹാദരവുകളോട് കൂടി ക്ഷണിച്ച് SOS രംഗ 6 ബെജറ കൂതിയ ഒരു ഗണ്ട ഭർത്തി പൽക്ക് പറഞ്ഞത് അത് അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.